എല്ലാവർക്കും നമസ്കാരം. ടെറിട്ടോറിയൽ ആർമിയിലേക്കുള്ള ഓഫീസർ നോട്ടിഫിക്കേഷന്റെ അപേക്ഷ ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതലാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ 20 ഏപ്രിൽ 2026 തൊട്ട് 19 മെയ് 2026 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചാൻസാണ് ടെറിട്ടോറിയൽ ആർമി ഓഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 12 ജൂലൈ 2026 ഈ വർഷം തന്നെ ജൂലൈ മാസം 12-ാം തീയതി പരീക്ഷയും നടത്തും. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓഫീസർ നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ സോൾജിയർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം. അതിലേക്ക് 10ാം ക്ലാസ് മാത്രം മതിയാവും. ഇത് ഓഫീസർ പാക്കേജ് ആയതുകൊണ്ട് അതിൻ്റേതായ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നാളെ നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കാം. അതുപോലെ ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് അയക്കാൻ പറ്റാത്തവർ എന്നെ കോൺടാക്ട് ചെയ്താലും മതി, ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ടോട്ടൽ വാക്കൻസി 11 വാക്കൻസി ബോയ്സിനും 1 വാക്കൻസി ഫീമെയിൽസിന്. ടോട്ടൽ 12 വാക്കൻസിയാണ്. ഈ ഒരു വാക്കൻസി കൂടാനും സാധ്യതയുണ്ട് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ തള്ളിക്കളയേണ്ട. വാക്കൻസി മേ ബി ഇൻക്രീസ്. അപ്പോൾ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസണാണ്. മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷ കൊടുക്കാം. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. ഓക്കെ, 42 വരെ. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് സോൾജിയർ പോസ്റ്റാണ്. ഇത് ഓഫീസർ പാക്കേജ്, ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് ഗ്രാജുവേഷൻ മസ്റ്റാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി, ഇനി ഡിഗ്രി. ഓക്കെ, എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നുണ്ട്. കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിൻ്റെ സിലബസ് സെഷൻ 1 പാർട്ട് 1 റീസണിങ്, പാർട്ട് 2 GK, പാർട്ട് 3 ഇംഗ്ലീഷ്. 2 മണിക്കൂറിനുള്ള എക്സാമാണ്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന്. ഓക്കെ, അതാണ് എക്സാം. എക്സാമിൻ്റെ സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റീസണിങ്, ജനറൽ നോളജ്, ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ കാണാം. 2 മണിക്കൂറിൻ്റെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്നും കൂടി ഓർത്തിരിക്കാം. 0.33 നെഗറ്റീവ് മാർക്കിംഗ്, അതായത് 3 നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോവും. അതുകൊണ്ട് അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ്. ഇത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം. എല്ലാവർക്കും ഫീസ് 500 രൂപ തന്നെയാണ്. കാറ്റഗറി വൈസ് ഫീസൊന്നും വരുന്നില്ല. എല്ലാവരും 500 രൂപ പേയ്മെൻറ്റ് അടയ്ക്കാം. ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും. വീണ്ടും പറയുകയാണ്, ലാസ്റ്റ് ഡേറ്റ് 19-ാം തീയതി. ഓക്കെ, മെയ് 19. സാലറി പാക്കേജ് കാണാം. ആദ്യം തന്നെ നിങ്ങളെ നേരിട്ട് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് എടുക്കാൻ പോകുന്നത്. ലെവൽ 10 പേ സ്കെയിൽ, അതായത് ഉയർന്ന ശമ്പളം തന്നെയാണ്. 56,100 തൊട്ട് 1,77,500 വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന ഒരു റാങ്കാണ് ലെഫ്റ്റനൻറ്റ് റാങ്ക്. പിന്നെ ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ തുടങ്ങിയ പോസ്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷനും കിട്ടും. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ നല്ലൊരു സാലറി പാക്കേജ് തന്നെയാണ്. ഓഫീസർ പോസ്റ്റാണ്. സെലക്ഷൻ വരുന്നത് ആദ്യം എക്സാം, അതിനുശേഷം SSB ഇൻ്റർവ്യൂ, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. ഇത്രയും സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങൾ പാസ്സാവണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. ജോയിൻ ടെറിട്ടോറിയൽ ആർമി ആസ് എൻ ഓഫീസർ. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ 18 to 42 എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാരുടെ ഏജ് ലിമിറ്റ് ആയിരുന്നു. SC/ST-കാർക്ക് 5 വർഷം, OBC-കാർക്ക് 3 വർഷം വരെ ഇളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട്. എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.